കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരും. ആ കുറച്ചുകൂടെ മോഹൻ കണ്ടുവിട താത്ത പിടിക്ക്. ഞാനൊരു ചെറിയ ആളല്ലേ. ചോദിക്ക് കൊടുത്തു. ആരുടെ പേരാണ് പരാതിയിലുള്ളത്? ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകന്റെ പേരും ലൊക്കേഷൻ. അതിപ്പോ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ. അത് വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്. പറയേണ്ടി വന്നാലും പറയും. അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊരിക്കലും ഒരു സോണിയ മൽഹാറിന്റെ വിഷയമല്ല. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ്. അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യത്തിൽ പറയാൻ പറ്റും. അപ്പം നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റും. അതാണ് ഈ പേര് പറയാതിരിക്കുമ്പോൾ ഈ പറയുന്ന ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ്, അങ്ങനെ ഒരു ആരോപണം വരില്ലേ? അത് ഈ പൈസ പറ്റിയിട്ട് കുറേ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് ഇതിൽ മാത്രമല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ്. ഞാൻ 12 വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമനം എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 10-11 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നടിയാണ്. എന്നെക്കുറിച്ച് ഇത് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് കേട്ടു.